ഓക്കെ, അതിനുശേഷം പോലീസ് താങ്കളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ക്രൂരമായി താങ്കളെ മർദ്ദിച്ചു. ഞാൻ ആ കാര്യം പറയാം. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് മുമ്പ് കുറേ ആൾക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ഇന്ന പോലെ കൊച്ചിൻ്റെ അല്ല വളർത്തമ്മെന്ന് പറഞ്ഞില്ലേ, അവരുടെ ചേച്ചീനെ കുമളി കൊച്ചു പോയി. അവരെ 4 പേര്, ഭാര്യയും ഭർത്താവും 2 മക്കളും, ഞങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ ചോദ്യം ചെയ്തിരിക്കുമായിരുന്നു അവിടെ. അവർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ചോദിക്കാമെന്ന് പറഞ്ഞു. ആദ്യം കബിനെ കയറ്റുന്നു, രണ്ടാമതാണ് എന്നെ കയറ്റുന്നത്. അശോകിനെയും സുജിനെയും കയറ്റിയിട്ടല്ല അവിടെ. ഞാൻ 2 പേരെ മാത്രമാണ് സ്റ്റേഷനകത്ത് കയറ്റുന്നത്. സ്റ്റേഷനകത്ത് കയറ്റിയിട്ട് എന്നോട് ഇന്ന പോലെ ചോദിച്ചു, നീ എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിച്ചു. സാറേ ഞാൻ കള്ളം പറഞ്ഞില്ല, ഇന്ന പോലെ കാര്യം എന്ന് പറഞ്ഞു. മറന്നുപോയതാണെന്ന് പറഞ്ഞു. കുട്ടിയെ കണ്ടത് അതല്ലേ ചോദിച്ചത്? ആ കാര്യം ചോദിച്ചു. സാറേ ഞാൻ മറന്നുപോയല്ല, എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ആ കാര്യം പറഞ്ഞപ്പം പുള്ളി എനിക്കിട്ട് അടിച്ചു. CSR എൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്ത്. ഇതൊന്നും പിന്നീട് എന്താണ് മജിസ്ട്രേറ്റിനെ കണ്ടപ്പോൾ പറയാതെ പോയത്? സാറേ മൊത്തം വളഞ്ഞു നിൽക്കുമല്ലേ, പുറകിന്ന് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഈ പോലീസുകാരനെതിരെ പരാതി കൊടുക്കുമോ താങ്കൾ? സിഐക്കെതിരെ താങ്കളെ മർദ്ദിച്ചു എന്നൊരു പരാതി താങ്കൾക്കുണ്ടോ? ഉണ്ട്. അത് പോലീസിൽ ഒരു കേസായി കൊടുക്കുമോ താങ്കൾ? ഇപ്പോഴാ താങ്കൾ മർദ്ദിച്ചു എന്ന് താങ്കൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നോ നിങ്ങൾ? ആദ്യം കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, രണ്ടാമത് പറഞ്ഞിരുന്നോ? എപ്പോഴെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു താങ്കളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന്? എന്നെ ഈ കേസിന്റെ ആക്കി കഴിഞ്ഞിട്ടാ. അപ്പോൾ പോലീസിനോട് പറഞ്ഞു, വക്കീലിനെ കണ്ടതിന് ശേഷം? വക്കീലിനെ ഞാൻ പറഞ്ഞു, ഇന്ന പോലെ അന്നത്തെ ദിവസം എന്നെ പുറകിൽ നിന്ന് ഒത്തിരി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇന്ന പോലെ നീ പറയും, ഇന്ന പോലെ പറയില്ല, ജഡ്ജിനോട് പറയുവാണല്ലോ, ഡോക്ടറിനോട് പോവാണല്ലോ, ഇന്ന പോലെ നീ പറയില്ല, പറഞ്ഞ ഞങ്ങളൊപ്പം നീ വരുന്നത്. വേദന ഉണ്ടായിരുന്നു അപ്പോ? ഉണ്ടായിരുന്നു. പക്ഷെ മെഡിക്കൽ പരിശോധനയിൽ താങ്കൾക്ക് പരിക്കൊന്നും കണ്ടില്ല, ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ? അതെന്താണ്? എനിക്കറിയത്തില്ല. മർദ്ദിച്ചിട്ടും ഡോക്ടറിന്റെ പരിശോധനയിൽ കണ്ടില്ല. അപ്പൊ ഡോക്ടറോടും പറഞ്ഞില്ല? എന്നോട് ചോദിച്ചു, വേദന ഉണ്ടോ? എന്ത് പറഞ്ഞു? ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞു. പോലീസുകാരടുത്ത് നിൽക്കുക, ഇന്ന പോലെ പേടിയുണ്ട്, ഞാൻ ആദ്യമായിട്ടാ സ്റ്റേഷനിൽ പോലും കയറുന്നത്. എന്താ സ്ഥിതി എന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് യഥാർത്ഥത്തിൽ വേദന ഉണ്ടായിരുന്നു? വേദന ഉണ്ടായിരുന്നു. പോലീസുകാരൻ ഡോക്ടറോട് കള്ളം പറഞ്ഞു? ഡോക്ടറോട് കള്ളം പറഞ്ഞെന്നല്ല, അവർ നിൽക്കുന്ന കാരണം, അവർ പോലീസുകാർ നിൽക്കുന്നത് കാരണം ഡോക്ടറോട് എനിക്ക് പറയാൻ പേടിയുണ്ടായിരുന്നു. കള്ളം പറഞ്ഞു, വേദന ഇല്ല എന്ന് പറഞ്ഞു. വേദന ഉണ്ടായിട്ട് മജിസ്ട്രേറ്റ് ചോദിച്ചില്ലേ മർദ്ദിച്ചു? ചോദിച്ചു. അപ്പോഴും കള്ളം പറഞ്ഞു? കള്ളം പറഞ്ഞതല്ല, ഇവര് നിൽക്കുമല്ലേ, ഇവര് പുറകിൽ നിന്ന് ഭയങ്കര എനിക്ക് സത്യയോട് പറഞ്ഞത്, എനിക്ക് അവർക്ക് പേടിയുണ്ടായിരുന്നു. ഇന്ന പോലെ എന്നെ മർദ്ദിക്കും, അവരുടെ കസ്റ്റഡിയില്ല ഞാൻ, ഇന്ന പോലെ മർദ്ദിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു. വീണ്ടും അടിക്കുമെന്ന് ഭയം. ഞാൻ ആദ്യമായിട്ടാ സ്റ്റേഷനിൽ പോലും കയറുന്നത്. മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നോട്ട് ചെയ്യാമായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയൊരു പരാതി കൊടുത്താൽ പോലും അത് നിൽക്കില്ല. കാരണം താങ്കളെ ഇനി തെളിയിക്കാൻ കഴിയില്ല, മെഡിക്കൽ പരിശോധന ഇനി താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല. 2 വർഷം കഴിഞ്ഞു. കഴിയത്തില്ല. താങ്കളെ ഇതിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് താങ്കളുടെ ഒരു വിശ്വാസം എപ്പോഴും? അതെ സാറേ, എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സാഹചര്യ തെളിവുകളെല്ലാം അർജുനെതിരാണ്. അർജുനെ ആകെ സഹായിച്ചത് ശാസ്ത്രീയമായ തെളിവ് മാത്രമാണ്, തെളിവുകളുടെ അഭാവമാണ്. സാഹചര്യ തെളിവ് എന്ന് വെച്ചാൽ എൻ്റെ മുടി, കയ്യിലുള്ള മുടിയും ഇവിടെ ഉള്ള മുടിയും ഇന്ന പോലെ 4-ാം തീയതി എന്നുവെച്ചാൽ 2-ാം തീയതി ഫോറൻസിക് എന്ന് വരുന്നു, 4-ാം തീയതി പോയി സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ മുടിയൊക്കെ അവിടെ വരുന്നത്. എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചെന്നല്ല, എന്നോട് എനിക്കറിയത്തില്ലോ എന്തിനാ മുടി പറപ്പിക്കുന്നത്, എനിക്കറിയത്തില്ലോ. ഇവിടെ നിന്ന് പറപ്പിച്ചു? ഈ 2 ഭാഗത്തുനിന്നും പറപ്പിച്ചു? കയ്യിൽ നിന്നും പറപ്പിച്ചു, ഇവിടെ നിന്നും പറപ്പിച്ചു. എനിക്കറിയത്തില്ല. ഞാൻ DNA പരിശോധന കൊണ്ടുപോകാന്ന് എനിക്ക് ഓർത്ത്. രണ്ടാമതാണ് ഒരു ലേഡി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, ഇന്ന പോലെ എൻ്റെ മുടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മുടി അവിടെ പോയി, ആരും ഇട്ടു. അനീഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നെ സ്റ്റേഷന്റെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി വേറെ റൂമിനകത്ത് കയറ്റിച്ചു. ഇന്ന പോലെ പറപ്പിച്ചു, മുടി പറപ്പിച്ച് ഒരു കവറിനകത്ത് ഇടാൻ പറഞ്ഞു. ഇട്ടിട്ടാണ് അവരുകൊണ്ട് അവിടെ ഇട്ടത്. അവിടെ കൊണ്ടിട്ടു. പക്ഷെ 4-ാം തീയതിയാണ് തീരുന്നത്. 4-ാം തീയതി കഴിഞ്ഞിട്ട് 4-ാം തീയതി. പക്ഷെ 2-ാം തീയതി ഫോറൻസിക് പരിശോധന കഴിഞ്ഞു. 2-ാം തീയതി കഴിഞ്ഞു. പിന്നെ അവിടെ കൊണ്ടിടേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് ഇട്ടത്? ഫോറൻസിക് പരിശോധന കഴിഞ്ഞതിന് ശേഷം അത് ഇട്ടുകൊണ്ട് അതിന് ശാസ്ത്രീയമായ തെളിവിന് വാല്യൂ ഇല്ല. അതാണല്ലോ ഇപ്പോൾ സാഹചര്യത്തിലായിട്ട് എടുത്തേക്കണേ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷെ എൻ്റെ മുടി അവിടെ കൊണ്ടിട്ടത് ഇന്ന പോലെ തെളിവുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിൽ പോലും ഞാൻ കയറി പോയിട്ടില്ല. ഇന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ
ഞാൻ ഒരിക്കലും മനുഷ്യനായിരിക്കില്ല.